അമേരിക്കൻ പ്രസിഡന്റുമായി തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെ ട്രംപിനെതിരായ രൂക്ഷ വിമർശനം തുടർന്ന എലോൺ മസ്ക് ട്രംപ് സർക്കാർ അവതരിപ്പിച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് വെറുപ്പുളവാക്കുന്ന വൃത്തികേടെന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള തുക വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതി ഇളവുകൾ നൽകാനും ലക്ഷ്യമിട്ടായിരുന്നു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിശേഷിപ്പിച്ച ബില്ല് ട്രംപ് അവതരിപ്പിച്ചത്. ഇതിനെ മസ്ക് എതിർത്തിരുന്നു. ക്ഷമിക്കണം, ഇനിയും എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഈ ബില്ല് വെറുപ്പുളവാക്കുന്ന വൃത്തികേടാണ്. ഇതിന് വോട്ട് ചെയ്തവരെ ഓർത്ത് ലജ്ജിക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത്. മസ്കിന്റെ പ്രതികരണത്തിന് പിന്നാലെ ബില്ലിനെ ന്യായീകരിച്ച വൈറ്റ് ഹൌസും രംഗത്തെത്തിയിരുന്നു. ഈ ബില്ലിൽ മസ്ക് എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് പ്രസിഡന്റിന് അറിയാം. അത് പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുമില്ല. ഇത് വലിയൊരു ബില്ലാണ്, മനോഹരമായതും പ്രസിഡന്റ് അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കി. ഇലോൺ മസ്ക് രാജിവെച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന US സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനുള്ള കാര്യക്ഷമതാ വകുപ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാബിനറ്റ് സെക്രട്ടറിമാരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. മസ്ക് പടിയിറങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ വകുപ്പ് പുനഃസംഘടിപ്പിച്ച കാര്യം വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലിവിറ്റ് അറിയിച്ചിരുന്നു. നിശ്ചയിച്ച പ്രകാരം ഡോജിലെ തന്റെ സമയം അവസാനിച്ചുവെന്നും പടിയിറങ്ങുകയാണ് എന്നുമായിരുന്നു എക്സിലൂടെ മസ്ക് പ്രഖ്യാപിച്ചത്. പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയ്ക്കുള്ള തന്റെ കടമ നിർവഹിച്ചുവെന്നാണ് മസ്ക് പറഞ്ഞത്. സർക്കാരിന്റെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയതിന് ട്രംപിന് നന്ദി അറിയിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ പ്രത്യേക പദവിയുള്ള ജീവനക്കാരൻ എന്ന നിലയിൽ മസ്കിന്റെ 130 ദിവസത്തെ കാലാവധി മെയ് അവസാനത്തോടെ തീരാനിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു മസ്കിന്റെ പടിയിറക്കവും. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതും മസ്ക് ആണ്. ജനുവരിയിൽ രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ ഒരു നക്ഷത്രം ജനിക്കുന്നുവെന്നാണ് മസ്കിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. അതേസമയം US സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ കാര്യക്ഷമതാ വകുപ്പ് ഡോജിന്റെ നേതൃസ്ഥാനത്തു നിന്നും താൻ രാജിവെക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചു എന്നും അറിയിച്ചുകൊണ്ട് മസ്ക് പടിയിറങ്ങിയത് ലോകം ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. ഇതിനിടയിലാണ് ട്രംപും മസ്കും തമ്മിലുള്ള പോരുകൾക്കും തുടക്കമാകുന്നത്. ട്രംപുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയാണ് രാജിവെക്കാൻ കാരണമെന്നതും റിപ്പോർട്ടിലുണ്ട്. നിശ്ചയിച്ച പ്രകാരം ഡോജിലെ തന്റെ സമയം അവസാനിച്ചുവെന്നും പടിയിറങ്ങുകയുമാണ് എന്നുമാണ് എക്സിലൂടെ മസ്ക് പ്രതികരിച്ചത്. എന്നാൽ ഇതേക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. സർക്കാരിന്റെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയതിന് ട്രംപിന് നന്ദിയും അറിയിച്ചിരുന്നു. ഡോജ് ദൌത്യം വരുന്ന നാളുകളിൽ കൂടുതൽ ശാക്തീകരിക്കപ്പെടുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ടെസ്ലയുടെ ലാഭം കൂപ്പുകുത്തിയതോടെ ഡോജിലെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം കുറയ്ക്കുകയാണെന്നും പ്രഖ്യാപിച്ച മസ്ക് മെയിൽ രാജി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ട്രംപ് ഭരണകൂടത്തിൽ പ്രത്യേക പദവിയുള്ള ജീവനക്കാരൻ എന്ന നിലയിൽ മസ്കിന്റെ 130 ദിവസത്തെ കാലാവധിയാണ് അവസാനിച്ചത്. അതേസമയം മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വ്യാപക എതിർപ്പിനെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങൾക്കെല്ലാം തിരിച്ചടി നേരിടുന്നുണ്ടായിരുന്നു. ടെസ്ല കാറുകളുടെ വിൽപ്പന ഇക്കൊല്ലം ആദ്യപാദത്തിൽ 13% ഇടിഞ്ഞത്. അതേസമയം ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് എലോൺ മസ്ക്. സ്റ്റാർലിങ്ക്, ടെസ്ല തുടങ്ങിയ നിരവധി കമ്പനികൾക്ക് ഉടമയാണ് എലോൺ മസ്ക്. അടുത്തിടെയാണ് രണ്ടാം ട്രംപ് സർക്കാരിലെ ചെലവ് ചുരുക്കൽ വകുപ്പായ ഡോജിന്റെ തലപ്പത്ത് നിന്നും മസ്ക് ഒഴിഞ്ഞത്. ഇതിനിടെ മസ്ക് രാസലഹരിക്ക് അടിമയാണെന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെ വർഷങ്ങളായി ടെസ്ലയിൽ നിന്നും ശമ്പള ഇനത്തിൽ മസ്കിനൊന്നും ലഭിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.